ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് സ്പെഷ്യലായിട്ടുള്ള പാലക്കും പരിപ്പും കറി എങ്ങനെയാണ് വെക്കാൻ നോക്കാം. ഇതിലെന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇതിൽ മുളക് പൊടി ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 50 ഗ്രാം പരിപ്പ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6-7 ചെറുള്ളി, പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനൊരു 6-7 ചെറുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് ഞാനിവിടെ ഒരു 3 പച്ചമുളക്, 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഈ സ്റ്റേജിൽ തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കൊരു 2 വിസിൽ വിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അത് വിസിൽ അവിടെ വരുന്ന സ്റ്റേജ് കൊണ്ട് നമുക്കിവിടെ പാലക്ക കീര ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കെട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നന്നായി കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്യാനായി വെക്കാം. ഈ സ്റ്റേജിൽ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ വേവാത്ത പോലെ ആണെങ്കിൽ ആ ചൂട്ടോടെ തന്നെ നന്നായി ഒന്ന് അത് മിക്സ് ചെയ്ത് കൊടുത്താൽ നന്നായി അത് മിക്സായി കിട്ടും. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് എരിവ് കുറവാണെങ്കിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അരിഞ്ഞ പാലക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ പാലക്കോ ഏത് കീരയാണെങ്കിലും അതോടൊപ്പം തന്നെ തേങ്ങയും കൂടി ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ ചീര വെന്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാന്നാണെങ്കിൽ കശപ്പടിക്കും, ചീര ഒരുപാട് വെന്തുടഞ്ഞും പോകും കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തിക്കാണെന്ന് കരുതി വെള്ളം ഒഴിക്കരുത്, ചീരയിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ചീര നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ താളിപ്പിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായി ചൂടായി വന്നതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വറമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, എരിവിനനുസരിച്ച്. അപ്പോൾ വറമുളകും കൂടി ഇട്ട് അത് നന്നായി ഒന്ന് കുക്കായതിന് ശേഷം ചെറുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കീരയ്ക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കാറില്ല. അതിൻ്റെ സ്മെല്ല് എന്തോ എനിക്ക് ഒരു വേറിട്ട് നിൽക്കണ പോലെ ഉള്ളതുകൊണ്ട് ഞാൻ കറിവേപ്പില യൂസ് ചെയ്യില്ല. ചെറുള്ളിയും കൂടി ഇട്ട് നന്നായി മുരിഞ്ഞതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചാറിൽ. അടിപൊളി ടേസ്റ്റാണേ.